സോ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമ്മൾ വണ്ടിയിൽ ഡോറ് തുറക്കുന്ന സമയത്ത് ഇതേപോലെ ലെഗ് സ്പേസിലൊക്കെ ഇതേപോലെയുള്ള ലൈറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടാകും പല വണ്ടിയിലും. അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വലിയ റിസ്ക് ഒന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് ഇതിൻ്റെ കണക്ഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഈ ഒരു ലൈറ്റിൻ്റെ ഇതിൽ നിന്നാണ് നമ്മൾ കണക്ഷൻ എടുക്കേണ്ടത്. അപ്പോൾ ചില വണ്ടികളുടെ ഈ ഒരു ഭാഗത്തായിട്ടാവും ഇതിന് കണക്ഷൻ വന്നിട്ടുണ്ടാവുക, ചില വണ്ടികളുടെ ആ ഒരു ഭാഗത്തായിട്ടും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ സെന്ന്, മാരുതി പോലത്തെ വണ്ടികളുടെയൊക്കെ ഈ ഒരു ഭാഗത്താണ്, ഡ്രൈവറിൻ്റെ അടുത്തുള്ള സീറ്റിൻ്റെ ലെഗ് സ്പേസിലായിട്ടാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കുകയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ഇതേപോലത്തെ ലൈറ്റ് വേണം. അപ്പോൾ ഇത് 10 രൂപ മുതൽ ഇത് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഈ ലൈറ്റിൻ്റെ റേറ്റ്. അപ്പോൾ ഇത് ഈ ഭാഗത്ത് ഇങ്ങനെ ഓരോന്ന് കണക്ഷനായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം ഏതൊക്കെ ഭാഗത്താണ് ലൈറ്റ് വെക്കണമെന്ന് തീരുമാനിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത് 4 ലെഗ് സ്പേസിലും അതേപോലെ തന്നെ ഡിക്കിയിൽ ഒരു വൈറ്റ് ലൈറ്റും വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലായിടത്തും ഒരു ബ്ലൂ കളർ ലൈറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ എടുക്കേണ്ടത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഭാഗം റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത് ഈ ഒരു സെറ്റിലേക്കാണ്. അപ്പോൾ ഇവിടെ 3 വയർ വന്നിട്ടുണ്ടാവും. ഇതേപോലെ ഒരു വൈറ്റിൽ റെഡും ബ്ലാക്കിൽ റെഡും ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലാക്കും. അപ്പോൾ നമുക്കിതിൽ ആവശ്യമുള്ളത് വൈറ്റിൽ റെഡ് വരുന്നത് പോസിറ്റീവാണ്, അതേപോലെ തന്നെ ബ്ലാക്കിൽ റെഡ് വരുന്നത് നെഗറ്റീവും, പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഉണ്ട്, അത് എർത്താണ്, അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ കണക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതേപോലത്തെ ഒരു ലൈറ്റ് എടുത്തിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ആ അറ്റത്തേക്കുള്ള ഒരു എക്സ്ട്രാ ഒരു വയറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഭാഗത്തു നിന്ന് അങ്ങോട്ടുള്ള ദൂരം അളന്നതിന് ശേഷം ഇതേപോലെ വയർ ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈ അറ്റത്തു നിന്ന് ആ അറ്റത്തേക്കുള്ള ദൂരം ഫസ്റ്റ് എടുക്കുക. അതിനുശേഷം ഇവിടെ ഇതേപോലെ ഒന്ന് പ്ലഗ് ചെയ്ത് വെക്കുക. അതിൻ്റെ ബാക്കിൽ നമുക്ക് അതിൻ്റെ പുറകിൽ ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ടാവും. അപ്പോൾ ഒന്ന് ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക, ഒന്ന് അതുപോലെ തന്നെ ഒന്ന് അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ ഹോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതിലേക്ക് കണക്ഷൻ കൊടുക്കുക. ഒരു റെഡും അതുപോലെ തന്നെ ബ്ലാക്കിൽ റെഡും ഇതിലേക്ക് കണക്ഷൻ കൊടുക്കുക. കണക്ഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവിൽ ഞാനൊരു സ്വിച്ച് കൂടി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓഫാക്കി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആവും. അപ്പോൾ നമുക്ക് നൈറ്റ് മാത്രം ഓൺ ആക്കിയിട്ട് വെച്ചാൽ മതി ഇതേപോലെ. അതിനുശേഷം നേരെ ബാക്കിലേക്കും ഇതേപോലെ 2 വയർ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ഭാഗത്തു കൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു ഭാഗത്തു കൂടെ എടുത്തിട്ട് ഇതേപോലെ സീറ്റിൻ്റെ അടിയിലേക്കാണ് പോയിട്ടുള്ളത്. ഈ 2 സീറ്റിൻ്റെ അടിയിലേക്കും ഇതേപോലെ കണക്ഷൻ എടുത്തിട്ടുണ്ട്. ബാക്കിലത്തെ 2 സീറ്റിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ലൈറ്റ് വെച്ചിട്ടുള്ളത്. അതിന് തന്നെ കണക്ഷൻ ചെയ്തിട്ട് നേരെ ഇപ്പുറത്തെ സൈഡിലേക്കും ഈ ഒരു സൈഡിലേക്കും വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ലൈറ്റ് വെച്ചിട്ടുള്ളത്. നമുക്ക് ഡിക്കിലേക്ക് ഒരു വൈറ്റ് ലൈറ്റ് വേണം, നമുക്ക് രാത്രി ലഗേജൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നിന്നും ജോയിൻ്റ് അടിച്ചിട്ട് ഇതിലെ ഒരു വയർ എടുത്തിട്ടുണ്ട്, നേരെ പുറകിലേക്ക് ഒരു വയർ എടുത്തിട്ടുണ്ട്. അതിലെ വയർ എടുത്തിട്ട് നമ്മൾ ഈ സൈഡിൽ കൂടെയാണ് വയർ എടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു വൈറ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് രാത്രി ലഗേജും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈറ്റ് കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയുള്ള വലിയ റിസ്ക് ഒന്നുമില്ല. അപ്പോൾ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക.